ഇവിടേക്ക് എന്തിനാ വന്നേ? ദണ്ഡപാണി മരിച്ചു വീണ സ്ഥലമല്ലേ ഇത്? വീണ്ടും ഇവിടേക്ക് വരേണ്ട കാര്യം എന്താ ശൈലു? നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അത് എന്റെ ജീവൻ ഇവിടെ വിട്ടിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നത് തൃശൂൽ. ജീവനാ? നീ എന്തൊക്കെ പറയുന്നു ശൈലു? അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സത്യം പറഞ്ഞ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തേ പറയുന്നേ? അല്ല, നീ എന്തോ അന്വേഷിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ട കാര്യം പറയുന്നു. എന്തിനത്ര ടെൻഷൻ ആവുന്നേ? എന്താ കാര്യം? ഒരു മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കേ, അതൊന്ന് കിട്ടിക്കോട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. അല്ല, നീ എന്താ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ അന്വേഷിക്കാലോ. പറയേ. അല്ല, അവൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ വരാത്തത് എന്താണോ എന്തോ. ഇനിയിപ്പോ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എത്രയും വേഗം തന്നെ കാര്യങ്ങൾ നടന്നോളൂ. ഇതെന്താണിപ്പോ ഇത്ര ഉറപ്പ്? ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, നമ്മുടെ തക്ഷക ഗുരുക്കൾ എനിക്ക് തന്ന വാക്കാണ്. ഏതു വിധേനയും നാഗമാണിക്യം നേടിയെടുക്കാനുള്ള വഴി കണ്ടുപിടിച്ച് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വഴി കണ്ടുപിടിച്ചതിന് ശേഷം നാഗമാണിക്യം നിനക്കോ അതോ അയാൾക്കോ ദിഗ്വിജയ? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? പിന്നല്ലാതെ, വാക്ക് തെറ്റിക്കുന്നത് മനുഷ്യരുടെ സഹജമായ സ്വഭാവമാണ്. അതിലാണെങ്കിൽ നീയോ മഹാതന്ത്രശാലിയും. നിന്റെ കാര്യസാധ്യത്തിനു വേണ്ടി നീ നിന്റെ രൂപം തന്നെ മാറ്റിയവനാണ്. നീ വാക്ക് തെറ്റിക്കില്ല എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ദിഗ്വിജയ? ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗുരുക്കളോട് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയോ? ശരി, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഗുരുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരൂ. എല്ലാവരും ചേർന്നൊരു വഴി കണ്ടുപിടിക്കാം. ഉറപ്പായിട്ടും ഈ കാര്യം തീർച്ചയായിട്ടും ഞാൻ ചെന്ന് ഗുരുക്കളെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം. നീ ഇനി അതിബുദ്ധി എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അഭ്യസിച്ച ശക്തികളെല്ലാം ഉപയോഗിച്ച് നിന്നെയും നിന്റെ വീട്ടുകാരെയും ചുട്ടു ഭസ്മമാക്കി കളയും ഞങ്ങൾ. സൂക്ഷിച്ചോ. എന്നെ നശിപ്പിക്കുമെന്നോ? 24 വർഷത്തെ എന്റെ തപസ് ഞാൻ എന്റെ അന്തർശക്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. ആ നാഗമാണിക്യം കിട്ടിയാലുടനെ അന്തിമ പൂജ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിരഞ്ജീവിയാണ്. പിന്നെ നിങ്ങളൊക്കെ എന്റെ കാലിനടിയിൽ കിടന്ന് അരഞ്ഞു ചാവാൻ പോകുന്ന പുഴുക്കൾ മാത്രമാണ്. താലിയോ? ശൈലു, ഈ താലി കാണാത്തതിന്റെ പേരിലാണോ നീ ഇത്ര ടെൻഷൻ ആയതും വിഷമിച്ചതൊക്കെ? ടെൻഷൻ ആവാതെ പിന്നെ? ഇത് വെറും താലിയല്ല തൃശൂർ, എന്റെ ഭർത്താവിന്റെ ജീവനാണ്. ഭാര്യയുടെ സർവസ്വം. ഭർത്താവിന്റെ ജീവൻ ഭാര്യ എന്നേക്കും സൂക്ഷിച്ചു വെക്കുമെന്ന വിശ്വാസം. ഇത് നീ കെട്ടിയ താലിയാണ് തൃശൂൽ. ശിവാനിക്ക് കെട്ടിയ താലി. ഇത് ഭദ്രമായി സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. നീ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. ഇതാ തൃശൂൽ, ഈ താലി എന്റെ കഴുത്തിൽ കെട്ട്. തൃശൂൽ, നിന്നോടാ ഞാൻ പറയുന്ന ഈ താലി കെട്ടാൻ. ശൈലു, നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തൃശൂൽ, മുന്നേ നടന്നത് സത്യമാണ്, ഇപ്പൊ നടക്കുന്നതും സത്യം, ഇനി നടക്കാൻ പോകുന്നതും സത്യം. ശൈലു, താലി എന്ന് വെച്ചാൽ നീ എന്താ കരുതി വെച്ചിരിക്കുന്നത്? അത് നിന്റെ നാടൻ കളിയല്ല, കുട്ടിക്കളിയല്ല. ഇത് നാടകമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ തൃശൂൽ. ഇത് കുട്ടിക്കളിയല്ലാന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു താലിയേ ഉള്ളൂ.
ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും ഈ താലിയാണ്. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ, താലി കെട്ട്. നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ എന്തിനാ നിനക്ക് താലി കിട്ടുന്നേ? നീ ശിവാനിയല്ല, നീ ശൈലുവാ. ഈ ശൈലു തന്നെയാണ് ശിവാനി എന്ന് നിനക്ക് കരുതിക്കൂടെ? അങ്ങനെ തോന്നിയ സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. എന്നാൽ ഇവിടെ വിചാരിക്കുന്നതാണ് നടക്കുക. അങ്ങനെയാണ് സംഭവിക്കുക. നീ ഈ താലി കെട്ട് തൃശൂൽ. നോക്ക്, ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ എടുത്തു ചാടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ താലി കെട്ടിയത് ശിവാനിയുടെ കഴുത്തില്ല. ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്റെ ശിവാനിയുടെ ഭർത്താവായി മാത്രമായിരിക്കണം. അവളുടെ അല്ലാതെ മറ്റാരുടെയും നിഴൽ പോലും എന്റെ മനസ്സിലോ ശരീരത്തിലോ വീഴാൻ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നിനക്ക് നിന്റെ ഭാര്യയാണ് പ്രധാനം. അവളാണ് നിന്റെ ജീവിതം. എനിക്കും അങ്ങനെ ആയിരിക്കില്ലേ തൃശൂൽ? എനിക്ക് എന്റെ ഭർത്താവാണ് പ്രധാനം. അവനുണ്ടെങ്കിലേ എനിക്കും ജീവിതമുള്ളൂ. അതുകൊണ്ടാ. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ എന്റെ വയറ്റിലെ നിന്റെ കുഞ്ഞല്ലേ ഉള്ളത്? അതിനുള്ള മറുപടി പറ. എന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം താ. അന്ന് ഞാൻ മരിക്കാറായപ്പോ എന്നെ എവിടേക്കോ കൊണ്ടുപോയിട്ട് എന്റെ ജീവൻ തിരിച്ചു തന്നു. അന്ന് എന്താ പറ്റിയത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എന്നെ ഉപദ്രവിച്ച ആ രാക്ഷസൻ ആരാണ്? അതും പോരാഞ്ഞ് അന്ന് ആ സ്വാമികൾ എന്തൊക്കെയോ പറഞ്ഞായിരുന്നില്ലേ? എന്താ അതിനർത്ഥം? എന്തോ കാരണമില്ലേ? ഇതിനെല്ലാത്തിനും എന്തോ കാരണമില്ലേ തൃശൂൽ? ഞാൻ നിന്റെ കൂടെ വന്നപ്പോ തനിച്ചായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ഒരു ജീവനുണ്ട്. ഇതെല്ലാം നടന്നത് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാ. ഞാൻ പോലും അറിയാതെ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാവാന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? എന്നോട് പറ തൃശൂൽ. നീ ആരോ, ഞാൻ ആരോ. പക്ഷേ നിനക്ക് അപകടം വരാൻ പോകുന്നെന്ന് അറിയുമ്പോ എനിക്കാകെ വല്ലായ്മ തോന്നും. അപ്പൊ തന്നെ ഞാൻ ദൈവത്തോട്, ദൈവമേ തൃശൂലിനൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാറ്. ഇതൊക്കെ ഞാൻ അറിയാതെ ചെയ്യുന്ന കാര്യം. ഇതിനെല്ലാം ഒരു കാരണം ഉണ്ടാകും തൃശൂൽ. എന്താ അത്? നേരത്തെ അതെ, ഈ താലി എന്റെ കഴുത്തിലില്ലെന്ന് അറിഞ്ഞപ്പോ മുതല് നിനക്ക് എന്തോ അപായം വരാൻ പോകുന്നെന്ന് തോന്നി എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്, ഈ താലി എന്റെ കഴുത്തിലുണ്ടാവണം. ഇതാ തൃശൂൽ കെട്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയും? ഈ താലി എന്റെ കഴുത്തിലുണ്ടാകുമ്പോ നിനക്കൊരപകടവും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം. ഈ താലി എന്റെ ഭർത്താവിനെ രക്ഷിക്കുന്നതാ. കഴുത്തിൽ ഈ താലി ഉള്ളിടത്തോളം കാലം ഭർത്താവിനൊന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം. ഇത് നഷ്ടപ്പെട്ട ഭർത്താവിന് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു ഒരു തോന്നൽ ഭാര്യക്കുണ്ടാവും. അങ്ങനെ ഒരു പേടി എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത് തൃശൂൽ? പറ. ഇതെന്റെ കഴുത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാ. എന്റെ തോന്നലുകൾ ചിലപ്പോ ശരിയായിരിക്കാം. നീ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയേ പറ്റൂ. നിനക്കൊന്നും സംഭവിക്കില്ല. നിന്റെ ജീവന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് തൃശൂൽ. നോക്ക്, ഞാൻ ഒരു കാരണവശാലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിച്ചോളാം തൃശൂൽ. താലി എന്നാൽ വിശ്വാസം, താലി എന്നാൽ ഉറപ്പ്, എല്ലാം ശരിയാണ് ശൈലു. എന്നാൽ അത് കാരണം നിനക്കൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ ഞാനറിയാതെ ഇതുവരെ എന്തൊക്കെയോ സംഭവിച്ചു. ഈ താലി കാരണം ഇനി ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇത് കാരണം നിന്റെ ജീവിതം പോലും തകർന്നെന്ന് വരും ശൈലു. ഞാൻ പറയുന്ന മനസ്സിലാക്ക്. നീ കാരണം എന്റെ ജീവൻ അപകടത്തിലായാലും അതെന്റെ ഭാഗ്യമാണെന്നേ ഞാൻ കരുതൂ തൃശൂൽ. ഇവിടെ എനിക്ക് പ്രധാന കഷ്ടമോ നഷ്ടമോ ഒന്നുമല്ല, നിന്നോടുള്ള ഇഷ്ടമാണ്. നീ എന്നെ കല്യാണം കഴിക്കണം. ഇതാ ഈ താലി കെട്ട് തൃശൂൽ. സാധ്യമല്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്റെ മനസ്സ് അതിന് തയ്യാറാവുന്നില്ല. ദൈവം സമ്മതിച്ചിട്ടുണ്ടല്ലോ. സ്വാമിജി, സ്വാമിജി നോക്കിവിടെ. അത് ഈ ശിവന്റെ ഭക്തയാകുന്നു. നീ ഇവളെ താലി കെട്ടണം. നീ ഇവളെ കല്യാണം കഴിച്ചാ മതിയാവൂ. കാണിച്ചു തന്നു ദിഗ്വിജയ, കാണിച്ചു തന്നു. നമ്മുടെ മുന്നോട്ടുള്ള വഴി എന്താണെന്ന് തായി എനിക്ക് കാട്ടിത്തന്നു. ഇത്രയും ദിവസം ചെയ്ത തെറ്റെന്തെന്ന്
നമ്മുടെ തോൽവിക്ക് കാരണമെന്തെന്ന് തായി മനസ്സിലാക്കി തന്നു. നാം ഇത്രയും നാൾ നാഗമാണിക്യം നാഗറാണിയെ നലഞ്ഞു നടന്നു. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നാം വിസ്മരിച്ചു കളഞ്ഞു. അതെന്ത് കാര്യമാണ്? നാഗറാണി നാഗലോകത്ത് നിന്ന് വന്നത് എന്തിനാണ്? നാഗമാണിക്യത്തിന് വേണ്ടിയോ? അവൾ വന്നത് നാഗമാണിക്യത്തിന് വേണ്ടി മാത്രമല്ല, നാഗരാജന് വേണ്ടി കൂടിയാണ്. അവൾ വന്നത് മനുഷ്യരൂപത്തിലുള്ള നാഗരാജനെ കണ്ടെത്താനായിട്ടാണ്. അവന്റെ സഹായത്തോടെ നാഗമാണിക്യം നാഗലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. നാം നാഗമാണിക്യത്തിന് പിന്നാലെ പോയപ്പോൾ നാഗരാജനെ പറ്റി വിസ്മരിച്ചു കളഞ്ഞു. നാഗരാജൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ സമസ്യകളും അതോടെ അവസാനിച്ചു. അതെങ്ങനെ സാധിക്കും ഗുരുക്കളെ? അവൾ നാഗലോകത്തെ മഹാറാണി, അവൻ നാഗലോകത്തെ മഹാരാജൻ. നമ്മൾ മഹാപൂജ നടത്തിയാൽ അവൻ ആരാണെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മരണം സംഭവിക്കണം. നീ അവന്റെ മരണം ഉറപ്പുവരുത്തണം. ഭൂമിയിൽ വെച്ച് നാഗരാജന്റെ മരണം സംഭവിച്ചാൽ നാഗറാണിയുടെ ശക്തി ക്ഷയിക്കുന്നതാണ്. നാഗമാണിക്യം നാം കൈക്കലാക്കുന്നതാണ്. ഗുരുക്കളെ, അങ്ങനെയാണെങ്കിൽ ആ മഹാപൂജ എപ്പോഴാണ് ചെയ്യുക? ആ നാഗരാജാവ് ആരാണെന്ന് എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക? അതിശീഘ്രം തന്നെ പൂജ നടത്താം. നാഗരാജനെ ഇല്ലാതാക്കാം. നാഗമാണിക്യം നമുക്ക് കൈക്കലാക്കാം. ഏയ് ഭോലേനാഥ, രാജാവിനെയും റാണിയെയും ഒന്നിപ്പിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടായല്ലോ. അങ്ങയുടെ ആജ്ഞ പോലെ ആവട്ടെ ജഗദീശ്വര. സ്വാമിജി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യം. ചാരം മൂടിക്കിടക്കുന്ന അഗ്നിക്ക് സമമാണ് ഇത്. പരമാർത്ഥമാണ്, സത്യമാണ്. എന്ത് സത്യം? എങ്ങനെയുള്ള സത്യം? സ്വാമിജി, അങ്ങ് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇവൾ എന്റെ ശിവാനിയല്ല, വേറെ ആരുമാണ്. എന്റെ ജീവിതം ഇനി എത്ര നാള് ബാക്കിയുണ്ടെങ്കിലും അതെന്റെ ശിവാനിക്ക് വേണ്ടി അത് മാത്രമായിരിക്കും. തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ ഇവളുടെ കൂടെ തന്നെ ജീവിക്കണം. ഇവളാണ് നിന്റെ കൺമണി. ആ, നീ തേടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭാര്യ ഇവൾ തന്നെയാണ്. മഹാറാണി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ടും അവൾ ആരെന്നറിയാത്ത ശാപം കിട്ടിയവനാണ് നീ. ശാപത്തിന്റെ കൂപത്തിൽ നിന്നും പാപികളുടെ ദുഷ്ടതയും സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്ത ഇപ്പോഴുണ്ടായ കുട്ടികളെ പോലെയാണിവൾ. ഒന്നും ഓർമ്മയില്ലാത്ത സതിയാണിവൾ. സ്വാമിജി, അങ്ങ് എന്തൊക്കെയാ പറയുന്നത്? വീണ്ടും എന്റെ സംശയങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുക. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കഴിഞ്ഞ ജന്മത്തിൽ നീ ആരാണെന്നതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കെല്ലാം മനസ്സിലാവും. അവൾ പറഞ്ഞതാണ് ശരി. നീ അവളെ കല്യാണം കഴിച്ചേ മതിയാവൂ. നിന്റെ ലോകത്തിന്റെ മുകുടമണിയും ധരിച്ച് നിന്റെ റാണിയുടെ അരമനയിൽ താമസിക്കേണ്ടവനാണു നീ. എല്ലാ ഓർമ്മകളും തിരിച്ചു കൊണ്ടുവരാനുള്ള മനസ്സാണിവൾക്ക്. അത് നീ മനസ്സിലാക്കുക. സ്വാമിജി, അങ്ങ് പറയുന്നത് സത്യം, മരണം പോലെ സത്യം. ജനനമെന്ന യാഥാർത്ഥ്യത്തിന് ശേഷം എവിടെയോ മറഞ്ഞിരുന്നിട്ട് പിന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന മരണത്തെ പോലെ തന്നെയുള്ള സത്യം. സ്വാമിജി, ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ സംശയ. ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാമിജി, അങ്ങ് ഇവള് കരുത്തി താലി കെട്ടാൻ എന്നോട് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ഇവള് പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കായിരുന്നു. എന്നാൽ ഇവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് അങ്ങും പറയുന്നു. സ്വാമിജി, അങ്ങയുടെ വാക്കുകൾ എന്റെ ദിക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഇത് ദിക്ക് തെറ്റിക്കുന്ന കാര്യമല്ല, ദിക്ക് കാട്ടിത്തരുന്ന വാക്കാണ്. കണ്ണു തുറപ്പിക്കുന്ന വാക്ക്, സത്യം പറഞ്ഞു തരുന്ന വാക്ക്. സ്വാമിജി, എന്റെ ജീവിതത്തിൽ ഞാൻ വെക്കുന്ന ഓരോ ചുവടുകളും എന്നെ സംശയത്തിലേക്ക് മാത്രമാണ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങ് വന്നെന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എനിക്ക് അറിയണം, അങ്ങ് പറയുന്നതെല്ലാം ശരിയാണോ? ഇല്ല സ്വാമിജി, ഈ പറയുന്നതെല്ലാം കള്ളമായിട്ട് എനിക്ക് തോന്നുന്നത്. നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ നാഗശിശുവിനെ കണ്ടു എന്നുള്ളത് കള്ളമാണോ? അതോ അതേ ശിശുവിനെ
ഇവളുടെ ഗർഭത്തിൽ കണ്ടു എന്നുള്ളതും കള്ളമോ? ജീവൻ നഷ്ടപ്പെട്ട് മരണവാതിലിലെത്തി ഇവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നതും കള്ളമാണോ? നിന്നിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ സംശയങ്ങളും പുറത്തെടുക്കുകയാണ് ഞാൻ. കേൾക്ക്, ഇവിടെയെല്ലാം ആ ഈശ്വരന്റെ ഇംഗിതം. ഒരു ജന്മത്തിന്റെ മനസ്സ് തന്നെ എല്ലാ ജന്മത്തിലും കിട്ടുന്നവളാണ് യഥാർത്ഥ സഖി, യഥാർത്ഥ സതി. ഇപ്പോൾ സതി ശിവന്റെ പാദം ചേർന്നു. അതെന്തുകൊണ്ടെന്നാൽ അതേ കാരണം കൊണ്ടല്ലേ. നീ മഹാബലവാൻ, തോൽവിയില്ലാത്തവനും തോൽപ്പിക്കാൻ കഴിയാത്തവനും. നിന്റെ മുൻപിൽ 100 പേർ വന്ന് നിന്നാലും നെഞ്ചു വിരിച്ച് എതിർത്ത് നിന്ന് വിജയിക്കുവാനുള്ള കരുത്തുള്ളവൻ നീ. നിന്റെ പിന്നിൽ ഈ സതീശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നീ പൂർണ്ണവാനാകൂ. ഇല്ല എന്നുണ്ടെങ്കിൽ കേവലം ഒരു പുഴു. ആ ശിവശക്തി മാത്രമാണ് നിജശക്തി. ആ ശക്തി നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവളെ വിവാഹം ചെയ്തേ മതിയാവും. ശരി സ്വാമിജി, പക്ഷെ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. അങ്ങത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ താലി കെട്ടാൻ തയ്യാറാവില്ല. കാരണം ഇവൾ എന്റെ ശിവാനിയല്ല. അല്ല എന്നൊന്നില്ല, അതാണ് സത്യം. നിന്റെ മുൻപിൽ വഴികളുണ്ട്, അതാണ് നിന്റെ ലക്ഷ്യവും. അത് നിന്റെ മോക്ഷത്തിനുള്ള വഴിയാണ്. ഈ വഴി നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. നിന്റെ യഥാർത്ഥ ലോകവും നിനക്ക് തിരിച്ചു തരും. കളഞ്ഞുപോയത് നിനക്ക് കരഗതമാക്കാനാവുന്നില്ലെങ്കിൽ ആ കൈലാസേശ്വരൻ നിന്നെ അംഗീകരിക്കുകയില്ല. സ്വാമിജി, അങ്ങൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാ. ആജ്ഞയുണ്ട്. നിന്നോട് ഇത്രമാത്രം പറയുവാനേ എനിക്ക് ആജ്ഞ ലഭിച്ചിട്ടുള്ളൂ. നിനക്ക് നിന്റെ പൂർവകാലം അറിയണമെന്നുണ്ടെങ്കിൽ നീ ഇവളെ വിവാഹം കഴിച്ചേ മതിയാവൂ. അതും മാത്രമാണ് സത്യം. ഇത് സത്യമായ മുഹൂർത്തം. ഈ മഹാശക്തികളുടെ സംഗമത്തിന് എല്ലാ ദൈവ സമൂഹവും ആശീർവദിക്കും. ഈ സത്യമുഹൂർത്തത്തിൽ കല്യാണം കഴിച്ചാൽ വളരെയേറെ മഹത്വരമാണ്. ഇതുവരെ സംഭവിച്ചതും ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമെല്ലാം ഒന്നോർത്തോ, ഈശ്വരേച്ഛയാണ്, എഴുതപ്പെട്ടതാണ്. എല്ലാം കൈലാസനാഥന്റെ കൃപ, അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ തിരുവെഴുത്തുകൾ കാലാകാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കും. അത് മാറ്റുവാൻ നിങ്ങളാര്? ഇത് ദൈവഹിതം. ഇത് തന്നെയാണ് ദൈവസങ്കല്പം. നീ ഇവളെ കല്യാണം കഴിച്ചേ മതിയാവൂ. ദൈവം ഓരോരോ അവതാരം എടുക്കുമ്പോഴെല്ലാം അവരുടെ അംശത്തിനെ തന്നെ കല്യാണം കഴിച്ചേ മതിയാവൂ എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതും അങ്ങനെ തന്നെ. സമയം മാറിയെന്ന് മാത്രം. രൂപവും മനസ്സും എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് നീ ഇവളെ കല്യാണം കഴിച്ചേ മതിയാവൂ. അത് തന്നെയാണ് നിന്റെ സ്വയരക്ഷ. ഇവളാണ് നിന്റെ ശക്തി. അത് മാത്രമേ നിന്നെ രക്ഷിക്കുകയുള്ളൂ. ആദ്യം നീ ഇവളെ കല്യാണം കഴിക്കണം. നോക്ക്, കാറ്റാണ് മഹാമന്ത്രം. മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളാണ് അഷ്ടദേവതകൾ. ഇടിയും മിന്നലുമാണ് ഈ വിവാഹത്തിന്റെ സാക്ഷികളായി നിൽക്കുക. മറ്റൊരു സാക്ഷി അഗ്നി. എന്റെ എല്ലാ പിന്തുണയുമുണ്ട്. കല്യാണം കഴിക്കൂ. എല്ലാറ്റിനും സാക്ഷിയായി ഈ ശിവലിംഗവുമുണ്ട്. ഇത് സത്യമുഹൂർത്തമാണ്. താലികെട്ട്.
പറഞ്ഞ വാക്കും പൊട്ടിയ മുത്തും വീണ്ടും ഒന്നാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട ഇവളെ വീണ്ടും നിനക്ക് തിരികെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്.